മാർക്കോ ബാറോസ് HD പ്രിന്റ് ലീക്കായി. പണിയുടെ OTT ഉടനുണ്ടോ? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷനും മറ്റു ചിത്രങ്ങളുടെ അപ്ഡേഷനുമാണ് എന്നൊരു വീഡിയോ ഭാഗത്ത്. നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യമായി അറിയിക്കാൻ പോകുന്നത് മോഹൻലാൽ നായകനെത്തി. മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ബാറോസ്. ചിത്രം കഴിഞ്ഞ ഡിസംബർ 25 ക്രിസ്മസ് സ്പെഷ്യലായിട്ടായിരുന്നു തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ചിത്രം തിയേറ്ററുകളിൽ വൻ പരാജയമായിരുന്നു. ആദ്യ ദിവസം തന്നെ നെഗറ്റീവ് റിവ്യൂസായിരുന്നു ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ചിത്രം മലയാളത്തിൽ കൂടാതെ തമിഴിലൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏവരുമേറെ ആകാംക്ഷയോടെയാണ് ചിത്രത്തിന്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ OTT അവകാശങ്ങളൊക്കെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന OTT പ്ലാറ്റ്ഫോമും സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനെറ്റുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതുവരെ ചിത്രത്തിന്റെ OTT റിലീസ് പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ OTT റിലീസിന് മുമ്പേ തന്നെ ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് ലീക്കായിട്ടുണ്ട്. ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് ഇപ്പോൾ ഇതാ ടെലഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചിത്രം തിയേറ്ററുകളിൽ നിന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതോടുകൂടി തന്നെ അടുത്തതായി അറിയിക്കാൻ പോകുന്നത് ഉണ്ണി മുകുന്ദൻ നായകനായിട്ട് കബീർ സിംഗ്, ജഗദീഷ് സിദ്ദീഖ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു മാർക്കോ. ചിത്രത്തിന് അതിഗംഭീരമായ പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. ഏവരുമേറെ ആകാംക്ഷയോടെയാണ് ചിത്രത്തിന്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ചിത്രം ഈ ആഴ്ച തന്നെ ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 100 കോടിക്കടുത്ത് കളക്ഷൻ നേടുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. അതോടുകൂടി ഇപ്പോൾ ചിത്രത്തിന്റെ OTT റിലീസ് അപ്ഡേഷൻ അറിയാൻ ഏവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ചിത്രത്തിന്റെ OTT അവകാശങ്ങളൊക്കെ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം അടുത്ത മാസം OTT റിലീസ് ചെയ്യും. എന്നാൽ ഇപ്പോൾ ഇതാ മാർക്കോ എന്ന ചിത്രത്തിന്റെ റിലീസിന് മുമ്പ് തന്നെ ചിത്രത്തിന്റെ HD പ്രിന്റ് ലീക്കായിട്ടുണ്ട്. മാർക്കോ എന്ന ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പാണ് ഇപ്പോൾ ലീക്കായിട്ടുള്ളത്. എന്തായാലും ചിത്രം തിയേറ്ററുകളിൽ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ചിത്രം കൂടിയാണ് മാർക്കോ. ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഗിരീഷ് എഴുയുടെ സംവിധാനത്തിൽ നസ്രീൻ നായകനായ ചിത്രമായിരുന്നു അയാം കാതലൻ. ചിത്രത്തിന് അത്യാവശ്യം മികച്ചൊരു അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏവരുമേറെ ആകാംക്ഷയോടെയാണ് അയാം കാതലൻ എന്ന ചിത്രത്തിന്റെ OTT റിലീസിനായി കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ OTT അവകാശങ്ങളൊക്കെ ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ മനോരമാക്സ് എന്ന OTT പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം ഈ ഒരു ജനുവരി മാസം തന്നെ OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ജോജോ, ജുനൈസ്, സാഗർ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു പണി. ചിത്രം മികച്ചൊരു വിജയമായിരുന്നു. ഏവരുമേറെ ആകാംക്ഷയോടെയാണ് പണി എന്ന ചിത്രത്തിന്റെ OTT റിലീസിനായി കാത്തിരിക്കുന്നത്. ഫൈനലി ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ പുറത്തുവന്നിരിക്കുകയാണ്. ആ അപ്ഡേഷൻ മറ്റൊന്നുമല്ല, പണി എന്ന ചിത്രം ഈ വരുന്ന ഡിസംബർ മാസമല്ല ജനുവരി മാസം പകുതിയോടുകൂടി തന്നെ സോണി ലീവ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി. അർജുൻ അശോകൻ, മഹിമ നമ്പ്യാർ, മാത്യൂസ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരാൻ പോകുന്ന ചിത്രമാണ് ബ്രൊമാൻസ്. ചിത്രത്തിന്റെ വീഡിയോ ഗാനത്തിനൊക്കെ മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ചിത്രം ഫെബ്രുവരി 14 തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്.